ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മൾ വിശുദ്ധ റമളാനിൻ്റെ 2ാമത്തെ ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് സ്വീകരിക്കപ്പെടുന്ന നോമ്പിൻ്റെ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധം പുലർത്തുന്ന കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം കഴിഞ്ഞ ഒരു ദർസിൽ പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് പരീക്ഷിക്കുന്ന സമയത്ത് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ ഉപദേശിക്കണം എന്നതിനെ പറ്റിയാണ്. നമുക്കൊക്കെ അറിയാം, മരണവും രോഗവും എല്ലാവർക്കും ബാധിക്കുന്നതാണ്. ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യും. വ ഇലൈന തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുന്നവരാണ്. ഈ ഒരു സത്യം, യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടുന്നതുണ്ട്. അതോടൊപ്പം ഇതൊരു പരീക്ഷണമാണ്, ഞാൻ അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടട്ടെ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നാം നമ്മുടെ രോഗത്തിന് ചികിത്സിക്കണം, ഭൗതികമായിട്ടുള്ള ചികിത്സകൾ നമ്മൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ മദ്ഹബുകൾ എടുത്തു നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക, ചികിത്സ എന്നത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അനുവദനീയം എന്നതിനേക്കാൾ കൂടുതൽ പുണ്യമാണ് എന്ന് കൂടി പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി ഉള്ളിലേക്ക് കടന്നാൽ വേണമെങ്കിൽ നമുക്ക് ആധുനികരായ പല പണ്ഡിതന്മാരും, സലഫി പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ അടക്കമുള്ള പണ്ഡിതന്മാർ ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമാണ് എന്ന് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ഫഇദാ ഗലബ അലല്ലന്നി വനഫ്അദ് ദവാഇ മഅ ഇഹ്തിമാലിൽ ഹലാക്കി ബിതർക്കിഹി ഫത്തദാവി വാജിബുൻ. ഒരു രോഗമുണ്ട്, ആ രോഗം അതിനെ ചികിത്സിച്ചാൽ അത് മാറാനാണ് കൂടുതൽ സാധ്യത. ചികിത്സ നടത്തിയിട്ടില്ലെങ്കിലോ അത് കൂടുതൽ രൂക്ഷമാവുകയും അതിലൂടെ ആൾക്ക് എന്തെങ്കിലും പ്രയാസം, പരിക്ക് സംഭവിക്കുകയും ചെയ്യും എന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ ചികിത്സിക്കൽ നിർബന്ധമാണ്, ചികിത്സ നിർബന്ധമാണ്. രണ്ടാമത്തത്, ഒരു മനുഷ്യന് രോഗമുണ്ടായി, ആ രോഗം വഇദാ ഗലബ അലല്ലന്നി നഫ്അദ് ദവാഇ വലാകിൻ ലൈസ ഹുനാക ഇഹ്തിമാലുൽ ഹലാക്ക്. രോഗം, അതിന് മരുന്നുണ്ട്, കുടിച്ചാൽ മാറുകയും ചെയ്യും, അത് സ്വീകരിച്ചാൽ മാറുകയും ചെയ്യും. എന്നാൽ ആ മരുന്ന് കുടിച്ചില്ല എന്നതുകൊണ്ട് ആൾക്ക് വലിയ ദോഷങ്ങളൊന്നും വരാനില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് കൈവേദന, കാൽവേദന തുടങ്ങി ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കുടിച്ചില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ചില്ല എന്നതിൻ്റെ പേരിൽ, ആ ചികിത്സ നേടിയില്ല എന്നതിൻ്റെ പേരിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാനില്ല എങ്കിൽ അവിടെ സുന്നത്താണ്. കാരണം ആ ഒരു വേദന അങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ട് നിൽക്കണ്ടല്ലോ. അത്തരം സന്ദർഭത്തിൽ സുന്നത്താണ്. ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥ, വ ഇൻ തസാവൽ അംറാനി ഫതർക്കു തദാവി അഫ്ളൽ. ചിലപ്പോൾ രോഗത്തിന് ചികിത്സിച്ചാലും ചികിത്സിച്ചിട്ടില്ലെങ്കിലും രണ്ടും ഒരേ അവസ്ഥ തന്നെയാണ്. ഒന്നുകിൽ രണ്ടായാലും മാറും, ചികിത്സിച്ചാലും മാറും, ചികിത്സിച്ചിട്ടില്ലെങ്കിലും മാറും. അല്ലെങ്കിൽ ചികിത്സിച്ചാലും മാറില്ല, ചികിത്സിച്ചാലും മാറില്ല, ചികിത്സിച്ചിട്ടില്ലെങ്കിലും മാറില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നർത്ഥം. അത്തരം സന്ദർഭങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, ജലദോഷം പിടിച്ചാൽ ചിലർ പറയാറുണ്ട്, ജലദോഷത്തിന് മരുന്ന് കുടിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും, മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിലോ 7 ദിവസം കൊണ്ട് മാറും. 7 ദിവസം പിടിക്കും, രണ്ടും തന്നെയാണ് എന്നതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ അത് വിടുക എന്നതാണ്. ഈ 3 രൂപത്തിലുമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ വിശ്വാസം, ഈ മരുന്നിനേക്കാൾ രോഗം ശമിപ്പിക്കുന്നവൻ അഷാഫി എന്ന് പറയുന്ന വിശേഷണം റബ്ബിൻ്റെതാണ്, മരുന്നുകൾക്കല്ല. അതുകൊണ്ട് ആ മരുന്നുകളെ സബബാക്കിയവൻ, കാരണമാക്കിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഒരാൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് എന്നത്. ഈ ഒരു പ്രാർത്ഥന തന്നെയാണ് യഥാർത്ഥത്തിൽ റുഖ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആത്മീയമായ ചികിത്സ എന്ന നിലയിലും അതോടൊപ്പം ഭൗതികമായ ചികിത്സയും രണ്ടും കൂടി നമ്മൾ ഒരുമിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതോടൊപ്പം തന്നെ രോഗമാണല്ലോ, ഏത് രോഗമുണ്ടായാലും ചെറിയ രോഗമാണ് വരുന്നത് എങ്കിലും അതിലൂടെ വരെ മരണം വരാം. അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും നമ്മൾ മരണത്തെപ്പറ്റിയുള്ളൊരു ബോധവും ഓർമ്മയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങളും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുമൊക്കെ കടന്നു വരുന്ന സമയത്ത് മരണത്തെപ്പറ്റിയുള്ള നല്ല ഓർമ്മ വരേണ്ടതുണ്ട്. മരണത്തെപ്പറ്റി ഓർക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു രോഗവും ഇല്ലെങ്കിൽ പുണ്യമാണ് എന്നാണ് 4 മദ്ഹബിൻ്റെ ഇമാമുമാരും പറഞ്ഞത്. നമ്മളിപ്പോൾ ഒരസുഖവും ഇല്ലാതെ ഇരിക്കുമ്പോഴും മരണത്തെപ്പറ്റിയുള്ളൊരു ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും നശിപ്പിച്ച് കളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, ഒക്കെ തീർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രോഗത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും ഒക്കെ പ്രയാസങ്ങൾ ഏറി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധമുണ്ടാകുന്നതോടൊപ്പം നമ്മൾ വിട്ടേച്ചു പോയ കുറേ ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടുന്ന കുറേ ബാധ്യതകളുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അഥവാ ആ ബാധ്യതകളിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ തന്നെയാണ് ഒന്നാമത്തേത്. അഥവാ ആ ബാധ്യതകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേത് കടങ്ങളാണല്ലോ. കടങ്ങളില്ലാത്തവർ വളരെ കുറവാണ്. അതൊരു ഏറ്റവും വലിയൊരു അവസ്ഥ കൂടിയാണ്. കടങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഏറ്റവും ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തെപ്പറ്റി പറഞ്ഞത് ലാ തുഖീഫു അംഫുസക്കും, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ തന്നെ ഭയപ്പെടുത്തരുത്. എന്താണത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കടം വാങ്ങരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കടം വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം വാങ്ങുക. അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഈ കടത്തെപ്പറ്റി ഒരു ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമ്മാത്ത വ അലൈഹി ദൈൻ ഫലൈസ സമ്മ ദീനാറുൻ വല ദിർഹമുൻ, ഒരാൾ മരിച്ചുപോയി, പക്ഷേ അവന് കടമുണ്ട്. ആ കടമുള്ള അവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത് എങ്കിൽ മരിച്ചു ചെന്നാൽ പരലോകത്ത്, മരണത്തോടു കൂടി മറ്റൊരു ലോകത്തെത്തിയല്ലോ, അവിടെ നോട്ടും റിയാലും എടുക്കാത്ത ഒരു കാലമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അവൻ മാറിയിട്ടുണ്ട്. അവിടെ ഹസനാത്തുകളും സയ്യിആത്തുകളും തമ്മിൽ ക്രയവിക്രയം ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നന്മകൾ കൊടുത്ത് തിന്മകൾ വാങ്ങുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ കടങ്ങൾ എടുത്തു വെക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് രോഗത്തിൻ്റെ അവസ്ഥയിൽ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ കടങ്ങളടക്കമുള്ള സാമ്പത്തിക ബാധ്യതകളെയാണ്. നമുക്കത് വീട്ടാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എങ്കിൽ വീട്ടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അതോടൊപ്പം അത് വീട്ടേണ്ടുന്ന അവകാശികളെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ തൻ്റെ പിതാവ് തന്നെ വിളിച്ചു പറയുന്ന ഒരു ഉപദേശം, ജാബിർ റളിയല്ലാഹു അൻഹു, പിതാവ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ നാളെ യുദ്ധത്തിന് പങ്കെടുക്കുകയാണ്, മിക്കവാറും ആദ്യമായി ഷഹീദാകുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ചില കടങ്ങളുണ്ട്. എൻ്റെ മക്കൾ നീ മാത്രമാണ് ഒരല്പം വലുപ്പം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിൻ്റെ സഹോദരങ്ങളുടെ കാര്യം നീ നോക്കണം. ഒന്ന്. രണ്ടാമത്തത്, എൻ്റെ കടങ്ങൾ നീ വീട്ടണം. ഈ 2 കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുന്നത്, വസിയ്യത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മക്കളുടെ കാര്യം, അതേപോലെ തന്നെ കടക്കാരുടെ കാര്യം, ഇത് രണ്ടും നമുക്ക് ആ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വീട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ള നമ്മുടെ മക്കളെയോ മറ്റുള്ളവരെയോ ഏൽപ്പിക്കുകയും അതിൻ്റെ മാർഗങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് കടം വാങ്ങുന്നത് വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. കടം വാങ്ങുന്നത് വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി പോകും എന്ന നിലക്കല്ല. വീട്ടാനുള്ള മാർഗങ്ങൾ മുന്നിൽ കണ്ടിട്ടായിരിക്കണം കടം വാങ്ങേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദൈനു ദൈനാനി, 2 തരം കടങ്ങളുണ്ട്. ഫമൻ മാത വഹുവ യൻവി ഖളാഅഹു ഫഅന വലിയുഹു,
ആരെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തിൽ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരുടെ കടം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് ബൈത്തുൽ മാലിന് നല്ല സമ്പത്തൊക്കെ വന്ന സമയത്ത് പറഞ്ഞു. അല്ലാത്തവരുടെ കടം ഞാൻ ഏറ്റെടുക്കൂല എന്നാണ്. ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ, കടം കുടുങ്ങി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം എന്താണ്? കടം കുടുങ്ങി ആത്മഹത്യ ചെയ്യുന്നവൻ്റെ അവസ്ഥ എന്താണ്? അതവന് കൊടുക്കൂല, കൊടുക്കാൻ സന്നദ്ധനല്ല എന്നും കൂടിയല്ല അതിൻ്റെ അർത്ഥം. കൊടുത്തു വിട്ടാൽ എന്നെ കൊണ്ട് കഴിയൂല എന്നത് ശരി, പക്ഷേ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ഇവിടെ ജീവിച്ചിരുന്ന് അവനവനെ കൊണ്ടാകുന്നത് 10 കൊടുക്കാനുള്ളിടത്ത് 1 കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കേണ്ടിടത്ത് ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും മേൽ കടബാധ്യത കെട്ടിവെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അത്തരം ആളുകളെ അവർ വളരെ വലിയ കുറ്റമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ കടത്തിൻ്റെ കൂട്ടത്തിൽ സക്കാത്ത് ഉൾപ്പെടും കേട്ടോ. അത് പലപ്പോഴും ചെയ്യാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. അത് അള്ളാഹ്ക്കുള്ള കടാണ്. ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ള, അള്ളാഹുവിനുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. അതുകൊണ്ട് 10 കൊല്ലമായിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കൾ സ്വത്തോഹരിയാക്കണതിന് മുമ്പ് ആദ്യം വാപ്പാൻ്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ മറ്റു വല്ല സൂക്ഷിപ്പ് സ്വത്തുകളും ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏൽപ്പിക്കണം, അത് പറഞ്ഞേൽപ്പിക്കണം. അപ്പം തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇനി മുതൽ നോക്കാൻ കഴിയില്ല, നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് പറയാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബാധ്യതകളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും ചിലർക്ക് എന്തെങ്കിലും പരിക്കുകൾ അഭിമാനത്തിന് അതേപോലെ തന്നെ ശരീരത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ ഒന്ന് വിളിച്ച് മാപ്പ് ചോദിക്കുകയും അവരോട് വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. ചില ആളുകളൊക്കെ ആളുകളോട് ഒരുപാട് ദോഷകരമായി പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പിന്നെ കുറേ നന്നായി നടക്കും. പക്ഷേ ഈ അവൻ ചെയ്ത തെറ്റുകൾ, ആ തെറ്റിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ച ആളുകൾ അവിടെ നടക്കണുണ്ടാവും. അവനോട് വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരം ആളുകളുടെ മനസ്സിൽ നിന്ന് അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലമ ലി അഹദിൻ മിൻ ഇർളിഹി ഔ ഷൈഇൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിമാനത്തിലാകട്ടെ മറ്റേതെങ്കിലും കാര്യത്തിലാകട്ടെ ആരോടെങ്കിലും വല്ല ദുൽമും കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് അവൻ അതിൽ നിന്ന് ഒഴിയട്ടെ. മാപ്പ് ചോദിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെട്ട് അവൻ അതിൽ നിന്ന് ഒഴിയട്ടെ. അതല്ല അതിന് വല്ല പ്രായശ്ചിത്തവും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൊടുത്തൊഴിവാകട്ടെ. കാരണം ഖബല അല്ലാ യകുന ദീനാറുൻ വലാ ദിർഹം, ദീനാറ് കൊണ്ടും ദിർഹം കൊണ്ടും പണം കൊണ്ടും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കൊണ്ടും ക്രയവിക്രയങ്ങളില്ലാത്ത നന്മകളും തിന്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കൊടുത്ത് അങ്ങോട്ട് കൊടുക്കാനില്ലെങ്കിൽ മറ്റുള്ളവൻ്റെ തിന്മകൾ ഇങ്ങോട്ട് വാങ്ങേണ്ടുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് റമളാനിൻ്റെ തുടക്കത്തിലാണ്. റമളാനിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക കൂടി ചെയ്യണമെങ്കിൽ ഈ രൂപത്തിലുള്ള നന്മകളുടെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാക്കി തരുമാറാകട്ടെ.